സ്പിരിറ്റ് ഓഫ് കേരള 2024 യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ്. കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു അത്ഭുത പ്രവൃത്തി ഉണ്ടായി. അതിനെക്കുറിച്ച് വിശദമായി നമുക്ക് ക്ഷേത്ര അധികാരികളോട് ചോദിച്ചറിയാം. കാര്യങ്ങൾ ചോദിച്ചറിയാൻ പോകുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ ഊരായ്മ അവകാശി ശ്രീമതി പ്രഭാ അന്തർജനത്തിനോടാണ്. ആലപ്പുഴ തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം. തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം വളരെ പുരാതനവും പേരുകേട്ടതുമായ ഒരു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ്. ഏകദേശം 1200 പരം വർഷം പഴക്കം ചെന്ന ക്ഷേത്രവും വളരെ ഐതിഹ്യ പെരുമയുള്ളതുമായ തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഭക്തജനഹൃദയത്തിൽ എന്നെന്നും വളരെ ഔന്നത്യത്തിൽ കുടികൊള്ളുന്നു. ഈ ഭഗവാന്റെ അല്ലെങ്കിൽ തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം എൻ്റെ കേട്ടുകേൾവി അനുസരിച്ച് പറയാം. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഇന്ന് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള കുഞ്ഞുങ്ങളും, പിന്നെ ഇത് ഊരാഴ്മ ക്ഷേത്രം എന്നാണ് ഈ ക്ഷേത്രത്തിനെ അറിയപ്പെടുന്നത്. 8 ഇല്ലക്കാരായിരുന്നു. ആ ഇല്ലങ്ങളിലെ കുട്ടികളും എല്ലാ ദിവസവും അവർ പല തരത്തിലുള്ള കളികളിൽ ഏർപ്പെടാറുണ്ട്. അങ്ങനെ ഇവർക്ക് പരിചയമില്ലാത്ത ഒരു ബാലൻ ഇവരുടെ കൂടെ കളിക്കാറുണ്ടെന്നും ഈ കുട്ടി എവിടെ നിന്നാണ് വന്നതെന്ന് ഉള്ള കാര്യങ്ങൾ ഒന്നും അറിയാത്തത് കൊണ്ട് കുട്ടികൾ ഇത് വീട്ടിൽ ചെന്ന് അച്ഛനമ്മമാരോട് പറയാറുണ്ട്. അപ്പോൾ നിരന്തരം ഈ സംഭവം കേൾക്കുമ്പം അതിൽ 1-2 ഗൃഹനാഥന്മാർ വന്ന് ഈ ബാലന്മാരോട് ഒപ്പം കളിക്കുന്ന കുട്ടി ഏതാണെന്ന് അവർ ഒളിച്ചിരുന്ന് നോക്കിയെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അപ്പോൾ ആ കുട്ടിയെ എല്ലാവരും ശ്രദ്ധിക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പം ഭഗവാനാണ് എല്ലാ കാര്യങ്ങളും അറിയാം. എങ്കിൽ തന്നെയും ആ കുട്ടി തിരിഞ്ഞു നോക്കി ഓടി. അതാണ് ഇന്ന് തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം തിരുവമ്പാടി എന്ന പേര് കിട്ടിയെന്ന് പറയുന്നു. അങ്ങനെ തൊട്ടടുത്തുള്ള ആലിൻ്റെ അങ്ങോട്ടേക്ക് ലക്ഷ്യം വെച്ച് ഓടിയെന്നും അവിടെ വെച്ച് കാണാതായി എന്നും അത് അന്നത്തെ ഗൃഹനാഥന്മാർ എല്ലാവരും കൂടെ ഒത്തുകൂടി രാശി വെച്ച് നോക്കിയെന്നും ഭഗവത് സാന്നിധ്യമാണെന്ന് കാണുകയും ഇന്ന് കാണുന്ന തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം അങ്ങനെ പണി കഴിപ്പിക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. നാളിതുവരെ ഭഗവാന്റെ ഓരോ ലീലാവിലാസങ്ങളും നടന്ന് വന്ന് കാണാറുണ്ട്. ഇവിടെ വന്ന് ഒരു നേരമെങ്കിലും തൊഴുത എല്ലാ ഭക്തജന ഹൃദയങ്ങളിലും ഭഗവാൻ വിവിധ രൂപങ്ങളിൽ ഉണ്ട് എന്ന് അവർ ഓരോരുത്തരും പറഞ്ഞു കേട്ട് അറിവും ഉണ്ട്. പിന്നീട് മറ്റൊരു പ്രധാനമായിട്ട് ഐതിഹ്യം പോലെ തന്നെ ഉള്ളൊരു കഥ എന്താണെന്ന് വെച്ചാൽ, ദേശാടന വേളയിൽ വില്ലുമംഗല സ്വാമിയാർ ഇവിടെ വന്നുവെന്നും അദ്ദേഹത്തിൻ്റെ അമ്മയുടെ ബലി ഈ ബലിക്കുളത്തിൽ ഇട്ടു എന്നുള്ളതുമാണ് ഐതിഹ്യം. സാധാരണഗതിയിൽ ഒഴുകി പോകുന്ന വെള്ളത്തിലാണ് ബലിയിടാറുള്ളത്. പക്ഷേ ഈ ക്ഷേത്രക്കുളത്തിൽ മാത്രമാണ് ഇങ്ങനെ കർക്കിടകവാവ് ദിവസം 10-25,000 പരം ഭക്തജനങ്ങൾ വന്ന് ബലിയിട്ട് ഭഗവാന് തർപ്പണാദികൾ ചെയ്യുന്നതോടൊപ്പം തന്നെ പിതൃപൂജകൾ ചെയ്ത് മോക്ഷപ്രദായകനായ ഭഗവാനെ ആശ്രയം പ്രാപിച്ചുകൊണ്ട് കാണുന്നത്. നിരവധി
അട്ടവിശേഷങ്ങൾ, പ്രധാനമായിട്ടും കർക്കിടകവാവ്, അതുപോലെ ആണ്ടുപറപ്പ്, തിരുവോണം, ഉത്സവാദി കാര്യങ്ങൾ, ദശാവതാരം, ഭാഗവത സത്രം, ഇങ്ങനെയുള്ള നിരവധി ആട്ടവിശേഷങ്ങളാലും നിത്യവും ഭക്തജന തിരക്കോടുകൂടി ഭക്തജന ഹൃദയങ്ങളിൽ ഭഗവാൻ ശ്രീകൃഷ്ണമൂർത്തി ശോഭിച്ച് നിലകൊള്ളുന്നു. അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഭഗവാന്റെ ദർശന സൗഭാഗ്യം കിട്ടിയ ഈ ക്ഷേത്രത്തിലെ കർമ്മിയായ ശ്രീ വിമലിനെയാണ്. നമസ്കാരം, എൻ്റെ പേര് കണ്ണൻ എന്നാണ്. താമസം ഇവിടെ തൊട്ടടുത്താണ്. ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത് തിരുവമ്പാടി അമ്പലത്തിൽ, നമ്മുടെ ആലപ്പുഴ തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ കഴിഞ്ഞ വാവ് ദിവസം നടന്ന ഒരു അത്ഭുതമെന്ന് എനിക്ക് തോന്നി എന്നൊരു സംഭവം ഷെയർ ചെയ്യാൻ വേണ്ടിയാണ്. അതായത് കർക്കിടക വാവ് ഉൾപ്പെടെ മഹത്തരമായ എല്ലാ വാവുകളും ഇവിടെ കൊണ്ടാടുന്നൊരു സന്നിധിയാണ്, ക്ഷേത്രസന്നിധിയാണ് ഭഗവാന്റെ തിരുനട. പിതൃക്കൾക്ക് എല്ലാവർക്കും മോക്ഷം പ്രദാനം ചെയ്യുന്ന ഒരു അഭൗമ ചൈതന്യമുള്ളൊരു മഹത്തരമായ ക്ഷേത്രമാണ് തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. അതുകൊണ്ട് തന്നെ തിരുവമ്പാടി ക്ഷേത്രത്തിൽ വാവ് പ്രധാനപ്പെട്ട കർമ്മമായിട്ട് ഉൾക്കൊണ്ട് വിശേഷാൽ തിലഹവനങ്ങളും അങ്ങനെ പിതൃക്കൾക്ക് മോക്ഷം നൽകുന്നതായ പല വിവിധങ്ങളായ ഹോമങ്ങളുമൊക്കെ നടന്നു വരുന്നു. അങ്ങനെ ഈ കഴിഞ്ഞ മാസം ഈ വാവ്, അതായത് കുംഭമാസത്തിലെ വാവ് നടക്കുന്ന ദിവസം തിരുവമ്പാടി ക്ഷേത്രത്തിൽ ബലിതർപ്പണ മണ്ഡപത്തിൽ നടന്ന ഒരു അത്ഭുതം എന്ന് എനിക്ക് തോന്നിയത്, അത് അത്ഭുതമായിട്ട് എനിക്ക് ഫീൽ ചെയ്ത ഒരു കാര്യം, അതായത് ഭഗവാന്റെ ഒരു അനുഗ്രഹമായിട്ട് എനിക്കത് കരുതുന്നു. അതായത് ഞാൻ കർമ്മം നടന്നുകൊണ്ടിരുന്ന ഒരു മണ്ഡപത്തിൽ, ആ ബലിതർപ്പണ മണ്ഡപത്തിൽ രാവിലെ മുതൽക്ക് തന്നെ വാവ് ബലി ആരംഭിച്ചു. വെളുപ്പിനെയല്ല, ഇവിടുത്തെ ഉഷപൂജയ്ക്ക് ശേഷമാണ് ഇവിടുത്തെ വാവ് ബലി ആരംഭിക്കുന്നത്. അപ്പം ആ വാവ് ബലി ആരംഭിച്ചു, ഒരു 7:30 ആരംഭിച്ചു. അതിങ്ങനെ ധാരാളം ജനങ്ങൾ ഈ പിതൃതർപ്പണത്തിന് വേണ്ടി ഈ മാസം വന്നിട്ടുണ്ടായിരുന്നു. എല്ലാ മാസവും ഉള്ള പോലെ ഈ മാസവും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിതൃതർപ്പണങ്ങൾ നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഒരു കൊച്ചു ബാലൻ, ഏകദേശം ഒരു 10 വയസ്സ് തോന്നിക്കത്തക്ക രീതിയിലുള്ളൊരു ബാലൻ, ഒരു തോറത്ത് മാത്രം കൊടുത്ത് ആ മണ്ഡപത്തിന് തൊട്ടടുത്തായി ഇങ്ങനെ വന്ന് നിൽക്കുന്നു. അപ്പം സാധാരണ എല്ലാവരുടെയും കൂടെ കുഞ്ഞുങ്ങൾ വരാറുണ്ട്. ബലിയിടുന്ന കൂട്ടത്തിൽ ആ ആൾക്കാർ, മുതിർന്നവരുടെ കൂട്ടത്തിൽ കുഞ്ഞുങ്ങൾ വരാറുണ്ട്. അങ്ങനെ ഒരു കുഞ്ഞായിരിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിന്നേ. പക്ഷേ അവൻ്റെ രൂപം, അതായത് തോർത്ത് മാത്രം എടുത്തുകൊണ്ട് നിന്ന സമയത്ത് ഞാൻ ചോദിച്ചു, മോനെ എന്തിനാ വന്നതെന്ന് ചോദിച്ചു. അന്നേരം ആ കുഞ്ഞ് പറഞ്ഞത്, ഇങ്ങനെ നാണിച്ച് ഒരു ലാളിത്യത്തോടുകൂടി, കളിതമാശ, കുട്ടിക്കളി മാറാത്ത ഒരു കുഞ്ഞിൻ്റെ ഒരു ലാഘവത്തോടുകൂടി കുഞ്ഞിങ്ങനെ പറഞ്ഞു, ബലിതർപ്പണത്തിന് വേണ്ടിയാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, ബലിതർപ്പണത്തിന് വേണ്ടി മോൻ ഒറ്റയ്ക്കാണോ വന്നത്? വീണ്ടും പറഞ്ഞു, അതെ, ഞാൻ ബലിതർപ്പണത്തിന് വേണ്ടിയാണ്, അച്ഛൻ്റെ കർമ്മത്തിന് വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പെട്ടെന്ന് ഓർത്തത് ആ കുഞ്ഞിൻ്റെ മനസ്സിലെ ആ അച്ഛനോടുള്ള സ്നേഹം, അതാണ് ഞാൻ നോക്കിയത്. അപ്പം അവൻ്റെ അച്ഛൻ്റെ വിയോഗത്തിലുള്ള ദുഃഖവും അതിന് ഒരു വിലയിട്ട്, അത് അവൻ്റെ കർമ്മത്തിലേക്ക് ഞാൻ അവൻ്റെ ആ മോക്ഷകർമ്മത്തിൽ ആ മണ്ഡപത്തിലേക്ക് അവനെ ക്ഷണിച്ചു. വാ മോനെ, കയറി വാ. ഞാൻ ചോദിച്ചു, ഒറ്റയ്ക്കാണോ വന്നത്, കൂടെ ആരും വന്നില്ലേന്ന് ചോദിച്ചപ്പം ആ കുഞ്ഞ് പറഞ്ഞത്, ഞാൻ ഒറ്റയ്ക്കാണ് വന്നത്, എനിക്ക് ഒറ്റയ്ക്ക് നടക്കാനാണ് താല്പര്യമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ ഒരു കൗതുകം തോന്നി, വേറെ അത്ഭുതമായിട്ടല്ല, എനിക്കൊരു കൗതുകം തോന്നി. അങ്ങനെ ഒരു കുഞ്ഞും കൂടെ ബലിതർപ്പണത്തിൻ്റെ മുതിർന്നവരുടെ കൂട്ടത്തിൽ വരുമെങ്കിലും ഒറ്റയ്ക്കൊരു കുഞ്ഞ് ഇന്ന് വരെയും, ഞാനിപ്പോൾ 1.5 വർഷത്തിന് മേളിലായി ഈ ക്ഷേത്രത്തിൽ ബലിതർപ്പണം നിത്യവും ചെയ്തു വരുന്ന ഒരു വ്യക്തിയായതുകൊണ്ട് ഞാൻ അങ്ങനെ ഒറ്റയ്ക്കൊരു കുഞ്ഞ് വന്ന് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ ചോദിച്ചു, മോനെ നീ ഒറ്റയ്ക്കാണോ വന്നതെന്ന് ചോദിച്ചു. അന്നേരം ആ കുഞ്ഞ് പിന്നെയും പറഞ്ഞു, അതെ, ഞാൻ ഒറ്റയ്ക്കാണ് വന്നത്, എനിക്ക് ഒറ്റയ്ക്ക് ഓടി നടക്കാനാണ്, ഒറ്റയ്ക്ക് കളിച്ച് നടക്കാനാണ് ഇഷ്ടമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കൂടെ സഹായിക്കാൻ നിന്ന ആ ചേട്ടനും ചോദിച്ചു, മോൻ ഒറ്റയ്ക്കാണോ വന്നത്? കൂടെ നിന്നവരും, ആ ബലിയിടാൻ നിന്ന ആ മണ്ഡപത്തിൽ നിന്നവരും വളരെ കൗതുകത്തോടുകൂടി ആ കുഞ്ഞിനെ ശ്രദ്ധിക്കുകയാണ്. ഞാൻ അതെ, ഞാൻ ഒറ്റയ്ക്ക് വന്നതാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്നാൽ ശരി, ആ രസീത്, എല്ലാവർക്കും പിതൃബലിക്ക് മുമ്പായിട്ട് രസീത് വാങ്ങിച്ചു. ആ രസീത് ഞാൻ മണ്ഡപത്തിൽ വെച്ചു. ആ രസീതിനകത്ത് പിതൃബലി എന്ന് മാത്രമേ ഞാൻ ശ്രദ്ധിച്ചുള്ളൂ. എൻ്റെ ശ്രദ്ധയിൽ, ഇത്രയും പേരെയും ബലിയിട്ടിട്ട് ക്ഷീണിച്ച് നിന്ന എൻ്റെ ശ്രദ്ധയിൽ ആ പിതൃബലി എന്ന് മാത്രമേ ഞാൻ ശ്രദ്ധിച്ചുള്ളൂ. കാരണം ആ പിതൃബലിയുടെ രസീത് മാത്രമേ ഞാൻ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. കാരണം ബാക്കിയുള്ള കർമ്മങ്ങളെല്ലാം, ആ പിതൃവിൻ്റെ പേരും മരണനക്ഷത്രങ്ങളെല്ലാം ചൊല്ലിപ്പിക്കേണ്ടത്, ആ സങ്കല്പന മന്ത്രങ്ങളൊക്കെ ചൊല്ലിപ്പിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വം ആയതുകൊണ്ട് ആ പിതൃബലിയുടെ രസീത് മാത്രം ഉണ്ടോ എന്ന് ഞാൻ ശ്രദ്ധിക്കാറുള്ളൂ.
അല്ലാതെ പിതൃവിൻ്റെ പേരെഴുതിയിട്ടുണ്ടോ അല്ല മരണനക്ഷത്രം എഴുതിയിട്ടുണ്ടോ ഒന്നും ഞാൻ ശ്രദ്ധിക്കാറില്ല. ഞാൻ രാവിലെ മുതൽ ബലി തുടങ്ങിയതുകൊണ്ട് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. എനിക്ക് ഓൾറെഡി ഇച്ചിരി ഷുഗർ ഉള്ളൊരു മനുഷ്യനായതുകൊണ്ട് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പെട്ടെന്ന് മോനെ കയറി വാ, കൈയും കാലൊക്കെ കഴുകിയിട്ട് വാ, എല്ലാവരും ആ മണ്ഡപത്തിൽ നിൽക്കുന്ന ബലിതർപ്പണത്തിന് വന്ന എല്ലാവരും നിങ്ങളെല്ലാവരും കൈയും കാലും കഴുകിക്കോ എന്ന് പറഞ്ഞു. ആ കുഞ്ഞുൾപ്പെടെ ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ, ആ കളത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ ഞാൻ കുഞ്ഞിനോട് തമാശയ്ക്ക് ചെറിയൊരു തമാശയോട് ചോദിച്ചു, അവൻ കുളിച്ചാണോ എന്ന് ചോദിച്ചു. അപ്പോൾ കുഞ്ഞ് പറഞ്ഞു, ഞാൻ വെളുപ്പിനേ കുളിച്ചാന്ന് പറഞ്ഞു. വെളുപ്പിനേ കുളിച്ചതാ, എന്നാലും ഞാൻ ഈ കുളത്തിൽ ഇറങ്ങി ഒന്ന് കൈയും കാലും കഴുകിക്കോട്ടേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മോനെ നീ ഇറങ്ങിക്കോ, സൂക്ഷിച്ച് വേണം, കുളമാണ്, ആഴമുണ്ട്, ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞു. ആ കുഞ്ഞിറങ്ങി കൈയും കാലും ഒക്കെ കഴുകി യഥാസ്ഥലത്ത് വന്ന് എല്ലാവരും ആ മണ്ഡപത്തിന് ബലിക്ക് വന്ന് എല്ലാവരും മണ്ഡപത്തിൽ വന്ന് നിന്നു. അപ്പോൾ ഞാൻ വീണ്ടും കുഞ്ഞിനോട് ചോദിച്ചു, മോൻ്റെ അച്ഛന് വേണ്ടി കർമ്മത്തിന് വന്നതല്ലേ? അതെ. കൂടെ അവരുടെ കർമ്മത്തെപ്പറ്റി ഞാൻ സംസാരിച്ചു. അവരും പറഞ്ഞു അവരുടെ ഇന്ന പിതൃവിന് വേണ്ടിയാണ്. ഒരാൾ പറഞ്ഞു മറ്റുള്ളവർക്ക് എല്ലാവർക്കും, അതായത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് എല്ലാ പിതൃക്കൾക്കും വേണ്ടി മോക്ഷത്തിന് കർമ്മത്തിന് വന്നതാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അതും ചോദിച്ചു കഴിഞ്ഞിട്ട് കർമ്മങ്ങൾ ആരംഭിച്ചു. നമ്മൾ ശുക്ലാംബരധരം അങ്ങനെയുള്ള മന്ത്രങ്ങളും ഭഗവാന്റെ ഓം നമോ നാരായണ എന്നുള്ള മന്ത്രങ്ങളും അതിനുശേഷം ഗംഗാതീർത്ഥം കൊടുത്ത് ഗംഗാമന്ത്രങ്ങളൊക്കെ ചൊല്ലി ദേഹത്തൊക്കെ തളിച്ച് ദേഹശുദ്ധിയൊക്കെ വരുത്തി വാവ് ദിവസം മാത്രം ഭസ്മം കയ്യിൽ ധരിച്ച് നെറ്റിയിൽ തൊടുന്നൊരു സ്വഭാവമുണ്ട് ഇവിടെ. വാവിൻ്റെ അന്ന് മാത്രമേ ഉള്ളൂ, എല്ലാ ദിവസവും നമ്മൾ ഭസ്മം എടുക്കാറില്ല. വാവിൻ്റെ അന്ന് മാത്രം വിശേഷാൽ ചെയ്യുന്നത് കൊണ്ട് അങ്ങനെ ഭസ്മം അന്ന് മാത്രം എടുക്കും. ആ ഭസ്മം കൊടുത്ത പോലെ ഭസ്മം കയ്യിലോട്ട് കൊടുത്ത്, മോനെ ഈ ഭസ്മം തൊട്ടോളൂ, പവിത്ര വിരലുകൊണ്ട് ഭസ്മം തൊടാൻ പറഞ്ഞപ്പോൾ ആ കുഞ്ഞ് പറഞ്ഞൊരു വാക്ക്, അതാണ് ഞാൻ എന്നും പറഞ്ഞ പോലെ സ്ട്രൈക്ക് ചെയ്തത്. എനിക്ക് വളരെ മനസ്സിൽ തൊട്ട് അതായത് ആ കുഞ്ഞിന് ആ ഭസ്മം കൊടുത്തപ്പോൾ ആ കുഞ്ഞ് പറഞ്ഞത്, എനിക്ക് ഭസ്മം ധരിക്കാനല്ല ഇഷ്ടം, ഞാൻ ഭസ്മം ധരിക്കാറില്ല, ഞാൻ ചന്ദനമാണ് ധരിക്കുന്നത്, എനിക്ക് ചന്ദനമാണ് ഇഷ്ടമെന്ന് പറഞ്ഞു. അപ്പോൾ ശരിക്കും ഒന്ന് അമ്പരന്നു ഞാൻ. അതായത് ആ കുഞ്ഞ് ഒരു 10 വയസ്സ് കളിതമാശ പോലും മാറാത്ത ഒരു കുഞ്ഞ് അങ്ങനെ ഒരിക്കലും പറയില്ല എന്നൊരു മനസ്സ് എനിക്കുമുണ്ട് മക്കൾ. അപ്പോൾ അവരുടെ എല്ലാം കുട്ടിത്തം കണ്ട് വളർന്ന എനിക്ക്, അല്ലെങ്കിൽ അവരുടെ കളിതമാശ വന്ന് ജീവിക്കുന്ന എനിക്ക്, ആ കുഞ്ഞ് അങ്ങനെ പറഞ്ഞപ്പോൾ പെട്ടെന്ന് മനസ്സിലെന്തോ ഒരു അത്ഭുതമായി തോന്നി. അങ്ങനെ ഒരു കുഞ്ഞ് പറയാറില്ല സാധാരണ. അപ്പോൾ ആ കുഞ്ഞ് പറഞ്ഞപ്പോൾ എൻ്റെ കൈക്കാരനും ഞെട്ടിപ്പോയി, കൂടെ നിന്നവരും ഒന്നും ഞെട്ടി. ചന്ദനം ധരിക്കാറേ ഉള്ളൂ, ഞാൻ ഭസ്മം ധരിക്കാറില്ല എന്ന് പറഞ്ഞു. എന്നിട്ടും ഞാൻ പറഞ്ഞു, മോനെ ഞാൻ തന്നതല്ലേ, നീ ആ ഇച്ചിരി ഭസ്മം തൊട്ടോളാൻ പറഞ്ഞു. അങ്ങനെ ആ കുഞ്ഞ് വളരെ ഞാൻ പറഞ്ഞതിന് മാത്രം ഒരു അല്പം ഭസ്മം ആ നെറ്റിയിൽ ധരിച്ചു കർമ്മങ്ങൾ തുടർന്നു. പക്ഷേ സങ്കല്പന മന്ത്രങ്ങൾ പറഞ്ഞ് ആ പിതൃവിനെ നമ്മൾ ആവാഹിക്കുന്നൊരു ചടങ്ങ് വളരെ ശ്രേഷ്ഠമാണ്. ആ ശ്രേഷ്ഠമായ ആ കർമ്മം നടന്നുകൊണ്ടിരുന്നപ്പോൾ സാധാരണ എല്ലാവരോടും എല്ലാ വ്യക്തികളോടും ആ പിതൃവിൻ്റെ പേരും ഏത് പിതൃവിന് വേണ്ടിയാണ് ചെയ്യുന്നത് ആ പിതൃവിൻ്റെ പേരും മരണനക്ഷത്രവും എല്ലാം പറഞ്ഞാണ് ചെയ്യിക്കുന്നത്. പക്ഷേ ആ സമയത്ത് ആ സങ്കല്പന മന്ത്രം ചൊല്ലിക്കൊണ്ടിരുന്നതിനിടയിൽ എൻ്റെ മനസ്സിൽ നിന്ന് അത് ചോദിക്കാനല്ല തോന്നിയത്. എൻ്റെ മനസ്സിൽ തോന്നിയത് അവനവൻ്റെ പിതൃവിൻ്റെ പേര് മരണനക്ഷത്രം ഇവ സ്വന്തം മനസ്സിൽ പ്രാർത്ഥിച്ചോളൂ എന്നാണ് എൻ്റെ മനസ്സിൽ തോന്നിയത്. അതായത് ഒന്നെങ്കിൽ എൻ്റെ ക്ഷീണത്തിൻ്റെ ആയിരിക്കാം, അങ്ങനെ ധരിച്ചാൽ മതി, എൻ്റെ ക്ഷീണത്തിൻ്റെ ആയിരിക്കാം. ഞാൻ ഒരുപാട് നേരം ഒച്ച വെച്ച് നിന്നുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറയുമ്പോൾ അവരവരുടെ പിതൃവിൻ്റെ പേര് മരണനക്ഷത്രം ഇത് രണ്ടും മനസ്സിൽ പ്രാർത്ഥിച്ചോളൂ എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഒരിക്കലും ഒരു പിതൃവിൻ്റെ പേരോ മരണനക്ഷത്രമോ ചൊല്ലിക്കാതെ ഒരിടത്തും കർമ്മം ചെയ്യാറില്ല. അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു. അപ്പോൾ അവർ അവരുടേതായ രീതിയിൽ പ്രാർത്ഥിച്ചു. അപ്പോൾ ആ കുഞ്ഞിൻ്റെ അച്ഛൻ്റെ പേര്, അച്ഛന് വേണ്ടി കർമ്മത്തിനാണ് വന്നതെന്ന് പറഞ്ഞിട്ടും ആ കുഞ്ഞിൻ്റെ അച്ഛൻ്റെ പേരെന്താണെന്ന് ഞാൻ ചോദിച്ചില്ല. അത് ആ രീതിയിലാണ് പറഞ്ഞു. ആ സങ്കല്പന മന്ത്രം പറഞ്ഞു. ആ കുഞ്ഞ് വളരെ ഭംഗിയായിട്ട് വൃത്തിയായിട്ട് വളരെ ശ്രേഷ്ഠമായിട്ട് തന്നെ ആ കുഞ്ഞ് ആ പിതൃവിനെ ആവാഹിച്ച് പിതൃവിനെ ആവാഹന മന്ത്രങ്ങളൊക്കെ ചൊല്ലി ആ വെലിത്തറയിലെ ഇലയിൽ സമർപ്പിച്ച് ഇത്യാദി കർമ്മങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് ആ ചിട്ടവട്ടത്തോടുകൂടി തന്നെ ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധാപൂർവം കേട്ടുകൊണ്ട് അവിടെ ഇടത്തെ മുട്ട് കുത്തി ഇരുന്നു കൊണ്ട് തന്നെ ആ ബലിതർപ്പണങ്ങളൊക്കെ ചെയ്ത് അതിനുശേഷം ഉദകകർമ്മങ്ങളും ചെയ്ത് മന്ത്രങ്ങളെല്ലാം ചൊല്ലി സമർപ്പിച്ചു. തർപ്പണം വരെ ചെയ്തു പവിത്രം കയ്യിൽ നൂരി കെട്ടഴിച്ച് നിവർത്തി ആ ബലിമണ്ഡപത്തിൽ ആ ബലിയുടെ മുകളിൽ വെച്ച് സമർപ്പിച്ചു. അപ്പോൾ കർപ്പൂരാരാധന വരെ കഴിഞ്ഞു, ബലിയെടുത്തു. അപ്പോൾ ഈ കർമ്മം നടക്കുന്നതിനിടയിൽ എൻ്റെ കൂടെ സഹായിക്കാൻ നിന്ന ആ ചേട്ടൻ്റെയൊക്കെ ഞാൻ പറഞ്ഞു, ചേട്ടാ ആ കുഞ്ഞിൻ്റെ ഒരു ഫോട്ടോ എടുക്ക് എന്ന് പറഞ്ഞു. ആ ചേട്ടൻ 2-3 ഫോട്ടോ എടുത്തിരുന്നു. പക്ഷേ ആ ഫോട്ടോ
അത് അന്നേരം ഒന്നും നോക്കിയില്ല. കാരണം അന്നേരത്തെ ധൃതി, അന്നേരം അതിനെപ്പറ്റി ശ്രദ്ധിക്കാനുള്ള സമയമൊന്നും ഉള്ളതല്ല. അഥവാ ശ്രദ്ധിച്ചാൽ നമുക്ക് പരാതികളെ കേൾക്കത്തുള്ളൂ. കാരണം ഒരു കർമ്മം നടത്തുന്നതിന് പകരം മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയും. അപ്പോൾ അതൊന്നും ചെയ്യാതെ മൊബൈലിൽ ഫോട്ടോ എടുത്ത് മാറ്റി വെച്ചു. നമ്മൾ അടുത്ത കർമ്മത്തിലേക്ക് കടക്കുകയല്ലേ. അപ്പം ഈ ബലി മണ്ഡപത്തിൽ നിന്ന് ഈ ബലി എടുത്ത് ആ തൊട്ടടുത്തുള്ള കുളത്തിൻ്റെ അവിടെ കൊണ്ട് സമർപ്പിച്ചു. ആ കുളത്തിലിറങ്ങി ആ കുഞ്ഞ് കൈയും കാലെല്ലാം കഴുകി വീണ്ടും അവൻ ചോദിച്ചു, ഞാൻ കുളത്തിലൊന്നുകൂടെ ഇറങ്ങിക്കോട്ടെ? ഞാൻ പറഞ്ഞു, മോനെ ശ്രദ്ധിച്ചേ ഇറങ്ങാവുള്ളേ എന്നൊക്കെ പറഞ്ഞു. അവനവിടെ കൊണ്ടുവച്ചു. വന്നു, ഒരു ദക്ഷിണ തന്നു. ദക്ഷിണ തന്നപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചു, കുഞ്ഞല്ലേ, അവൻ്റെ ഈ പൈസ ചിലപ്പോൾ കാണാൻ സാധ്യതകളില്ല, എന്തായാലും ഒരു കുഴപ്പമില്ല, നമ്മൾ പൈസ ഒരിക്കലും ദക്ഷിണ പൈസ ചോദിച്ച് വാങ്ങിക്കാറില്ല അല്ലേ. അപ്പം അത് ആ ഒരു മൈൻഡിൽ കിട്ടുന്നത് കിട്ടട്ടെ എന്ന് ഉദ്ദേശിച്ചു. പക്ഷേ അവൻ തന്നത് ഒരു 100-ൻ്റെ നോട്ടാണ്. അപ്പം ഞാൻ ചോദിച്ചു, മോനെ പൈസ ഉണ്ടോ കയ്യിൽ? പൈസ ഉണ്ടെങ്കിൽ മാത്രം തന്നാൽ മതി, പൈസ ഇല്ലെങ്കിൽ വേണ്ട, കുഴപ്പമില്ല. അന്നേരവും അവൻ പറഞ്ഞത്, എൻ്റെ കയ്യിൽ ധാരാളം എൻ്റെ കയ്യിൽ പൈസയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് ആ ചിരിയോടുകൂടി നാണിച്ച് ഇറങ്ങി മണ്ഡപത്തിൽ നിന്ന് വെളിയിലോട്ടിറങ്ങി നേരെ പടിഞ്ഞാറേ മണ്ഡപത്തിൽ അവിടെ നിന്ന് അമ്പലത്തിൻ്റെ പടിഞ്ഞാറേ നടയിലോട്ട്, അതായത് കിഴക്കോട്ട് നേരെ ഓടിപ്പോകുന്നതായിട്ട് കണ്ടു. എനിക്ക് രാത്രിയിൽ ഇതേപോലെ ഓരോ കാര്യങ്ങളിങ്ങനെ ഇങ്ങനെ ഉരുത്തിരിഞ്ഞ് വന്ന കൂട്ടത്തിൽ ആ ഫോട്ടോ എടുത്ത് അദ്ദേഹത്തിനൊക്കെ ഞാൻ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ ആ ഫോട്ടോ ഒന്ന് വാട്സപ്പ് ചെയ്ത് തരാൻ പറഞ്ഞു. അങ്ങനെ വാട്സപ്പ് ചെയ്ത് തന്നപ്പോൾ ആ ഫോട്ടോയ്ക്കകത്ത് ആ കുഞ്ഞിനെ മാത്രമായിട്ടല്ല ഫോട്ടോ എടുത്ത്, അവിടെ നിന്ന് എല്ലാവരെയും കൂട്ടിയാണ് ആ ചേട്ടൻ ഫോട്ടോ എടുത്ത്. അതിനകത്തൊന്നും ആ കുഞ്ഞിൻ്റെ മുഖം വ്യക്തമായിട്ട് കാണുന്നത്, ഒരുമാതിരി പടർന്നാണ് കാണുന്നത്. ഒരു കാരണവശാലും വ്യക്തമായി കാണുന്നത്, നമുക്ക് ഇന്ന കുഞ്ഞിനെ ആണ് ഇന്ന രൂപമാണെന്നൊന്നും ദർശിക്കാൻ പറ്റാത്ത രീതിയിൽ അങ്ങനെ നമ്മളിങ്ങനെ ഉദ്ദേശിക്കും ഇന്ന രൂപമാണ്, അങ്ങനെ ഒരു രൂപം ഉരുത്തിരിഞ്ഞ് വരാത്ത രീതിയിലാണ് ആ ഫോട്ടോയ്ക്കകത്ത് നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷേ ഈ അമ്പലത്തിലെ CC ക്യാമറയൊക്കെ ടെസ്റ്റ് ചെയ്തപ്പോഴും ചെക്ക് ചെയ്തപ്പോഴും ഈ അത്ഭുതങ്ങൾ, എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയ ഈ അത്ഭുതങ്ങൾ ഞാൻ ഉറക്കം കഴിഞ്ഞ് ഇവിടെ രാവിലെ ഡ്യൂട്ടിക്ക് വന്ന കൂട്ടത്തിൽ നമ്മുടെ സ്റ്റാഫ്, അതായത് നമ്മുടെ സഹോദരങ്ങളെ പോലെ കാണുന്ന നമ്മുടെ സ്റ്റാഫിൻ്റെക്കെല്ലാം ഇത് പറഞ്ഞ് ഇന്ന കണക്കൊരു സംഭവം ഉണ്ടായി, അത് എനിക്ക് വല്ലാതെ എന്നെ ഉറക്കം കെടുത്തുന്നുണ്ട് എന്നിങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ അവരാണിത്. അന്നേരം ഇവിടുത്തെ അവകാശികളും അഡ്മിനിസ്ട്രേറ്റർ സാറും എല്ലാം ഇങ്ങനെ വന്ന് മൊബൈലിലെ ഫോട്ടോ ഒക്കെ ചെക്ക് ചെയ്യുകയും പിന്നെ ഇവിടുത്തെ CC ക്യാമറ എടുത്ത് ചെക്ക് ചെയ്യുന്നു നോക്കിയപ്പോഴെല്ലാം ആ കുഞ്ഞ് ഈ മണ്ഡപത്തിൽ അല്ലെങ്കിൽ ഈ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് വന്നിട്ടുണ്ടോ എന്ന് പോലും സംശയിക്കത്തക്ക രീതിയിലാണ്. പക്ഷേ രസീത് എഴുതിയായിട്ട് പറയുന്നുണ്ട്, രസീത് എഴുതിയിട്ടുണ്ട്. രസീത് കിട്ടിയതും എന്നെക്കൊണ്ട് കാണിക്കുകയും ചെയ്തിരുന്നു. ആ രസീത് എഴുതിയത് അപ്പോൾ അത് അവർ വിവരിച്ചു തരുന്നു. രസീത് എഴുതിയ കൂടുതൽ 3 കൗണ്ടറിൽ നിറച്ച ആളായിരുന്നു. എന്നിട്ടും ഒരു കൊച്ചു കുഞ്ഞ് കൗണ്ടറിൻ്റെ അകത്ത് കയറി രസീത് എഴുതി. അപ്പോൾ കൗണ്ടറിൻ്റെ അകത്ത് എഴുതിയ ആളെ അവർ ശ്രദ്ധിച്ചിരുന്നു. കാരണം ക്യൂ നിന്നാൽ നമ്മൾ മുഖത്തോട് നോക്കില്ല, ആ പേരുന്ന ആളൊക്കെ ചോദിച്ച് ബലിയെന്ന് എഴുതി കൊടുക്കുന്നതല്ലാതെ ആ മണ്ഡപത്തിൽ അല്ലെങ്കിൽ ആ കൗണ്ടറിനകത്ത് കയറി എഴുതിയതുകൊണ്ട് ആ കുഞ്ഞിനെ ശ്രദ്ധിച്ചു. പക്ഷേ അവർക്കും ഈ കുഞ്ഞിൻ്റെ മുഖം അത്രയും തിരക്ക് പിടിച്ച ദിവസമായതുകൊണ്ടാണ്. അല്ല സാധാരണ ഒരു ദിവസമാണെങ്കിൽ ചിലപ്പം ഒരു പക്ഷേ കുറച്ച് പേരെ വരത്തുള്ളായിരിക്കാം, അവരെ ഓർത്തിരിക്കാം. പക്ഷേ ഇത്രയും ജനങ്ങൾ വന്ന ആ ദിവസമായതുകൊണ്ട് തന്നെ അവരും അത് ഒരുപാട് ജോലിയുള്ള ദിവസമാണെന്ന്, വാവ് ദിവസം ഒരുപാട് ജോലികൾ, എല്ലാവർക്കും ഭയങ്കരമായ ഡ്യൂട്ടിയുള്ള ദിവസമാണ്. അപ്പോൾ അന്ന് എല്ലാവരെയും ഓർത്തിരിക്കാൻ നമ്മുടെ സ്റ്റാഫിനും സാധിച്ചില്ല. ആ കൂട്ടത്തിൽ അവരും ആ കുഞ്ഞിൻ്റെ രൂപം മറന്നുപോയി. ഇത് മറപ്പിച്ചാണോ അതോ മറന്നു പോയതാണോ എന്ന് പോലും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ആ ഫോട്ടോ എടുത്ത് വാട്സപ്പിനകത്ത് എടുത്ത് തന്നെ ഫോട്ടോയ്ക്കകത്തും ക്ലിയർ ആകുന്നില്ല, CC ക്യാമറയ്ക്കകത്ത് തെളിയുന്നില്ല. അങ്ങനെ വന്നപ്പോൾ എല്ലാവർക്കും ഒരു സംശയവും ഭീതിയും വേണമെങ്കിൽ പേടിയെന്ന് വേണമെങ്കിൽ പറയാം. ഭഗവാന്റെ സാന്നിധ്യം, ഭഗവാൻ ഇവിടെ നമ്മളെല്ലാം നോക്കുന്നുണ്ട്. നമ്മുടെ എല്ലാം ചേഷ്ടകൾ, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ, നമ്മൾ പറയുന്ന കാര്യങ്ങൾ എല്ലാം ശ്രദ്ധയോടുകൂടി വീക്ഷിച്ചുകൊണ്ട് നമ്മളുടെ ഇടയിൽ തന്നെ ആ ഭഗവാൻ കുടികൊള്ളുന്നു എന്ന് വേണമെങ്കിൽ ചിന്തിക്കാം.
അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ക്ഷേത്രം അഡ്മിനിസ്ട്രേറ്റർ ശ്രീ ഓമനക്കുട്ടം പറത്താനത്തെയാണ്. നമസ്കാരം, എൻ്റെ പേര് ഓമനക്കുട്ടൻ. തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്ററാണ്. രണ്ട് വാക്ക് കഴിഞ്ഞ 10-ാം തീയതി, അതായത് കുംഭമാസത്തിലെ അമാവാസ്യയോടനുബന്ധിച്ച് ഈ ക്ഷേത്രത്തിലൊരു അത്ഭുതകരമെന്ന് പറയാം, വിശ്വാസികൾക്ക് അത് അത്ഭുതകരമെന്ന് തന്നെ പറയാം. കാരണം ഇവിടെ ക്ഷേത്രം നിയോഗിച്ചിരിക്കുന്ന കർമ്മിയുടെ അടുത്തൊരു ബാലകൻ വന്നു. ബാലകനും കർമ്മിയായിട്ടുള്ള ഇൻട്രാക്ഷനിൽ കർമ്മിക്ക് ഒരു അത്ഭുതം തോന്നി ആ പയ്യനിൽ. ആ പയ്യൻ്റെ പ്രവൃത്തികളും സംസാരങ്ങളും ഏതോ ഒരു അത്ഭുതകരമായിട്ട് തോന്നി. അപ്പം പിറ്റേ ദിവസം രാവിലെ ഇവിടെ വന്നിട്ട് കർമ്മി ഞങ്ങളോട് പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അതിനേക്കാളുപരി ഞാൻ കൊച്ചിലെ ഭഗവാനെ കണ്ട മുഖമാണ് ആ കുട്ടിയിൽ എനിക്ക് കാണാൻ പറ്റിയത്. എനിക്കത് അങ്ങനെ തന്നെയാണ്, വിശ്വാസമായിട്ട് തന്നെയാണ് തോന്നുന്നത്. കാരണം ആ പയ്യൻ്റെ പല കാര്യങ്ങളിലുള്ള മറുപടികളും എല്ലാം എനിക്ക് ഭഗവാനായിട്ടാണ് തോന്നുന്നത്. കാരണം ബലിയിട്ടതിന് ശേഷം പയ്യൻ അമ്പലത്തിൻ്റെ പടിഞ്ഞാറേ നടയിലോട്ട് പോകുന്നു, പിന്നെ കണ്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതൊന്നറിയാനായിട്ട് ഞങ്ങൾ CCTV സെർച്ച് ചെയ്ത് നോക്കി. CCTVയിൽ ഞങ്ങളൊന്നും കണ്ടില്ല. ഞങ്ങളും കുട്ടിയെ കണ്ടിട്ടില്ല, കർമ്മി മാത്രമേ കണ്ടിട്ടുള്ളൂ. ആ സമയത്ത് ബലിയിടാനുണ്ടായിരുന്ന ഞങ്ങളുടെ ഒരു സുഹൃത്തും റിട്ടയർഡ് SI ആയിട്ടുള്ള മോഹൻദാസ് സാറും പറഞ്ഞു, ഞാനും ആ കുട്ടിയെ ശ്രദ്ധിച്ചു, എനിക്കും ഒരു അത്ഭുതം തോന്നി, ഒന്ന് ഫോളോ ചെയ്യണമെന്ന് തോന്നി, പക്ഷേ അത് നടന്നില്ല, എനിക്ക് ബലിയിടാനുള്ളത് കൊണ്ട് അത് നടന്നില്ല എന്നും പറഞ്ഞു. അങ്ങനെ ഒരു സംഭവം കഴിഞ്ഞ 10-ാം തീയതി ഇവിടെ ഉണ്ടായി എന്നുള്ളത് ഒരു അത്ഭുതകരമാണ്. അപ്പോൾ അതിനുശേഷം ഇത് കഴിഞ്ഞ ഒരു ചാനലുകാർ വന്ന് ഇത് ഷൂട്ട് ചെയ്ത് എടുത്തപ്പോഴത്തേക്ക് പഴവീട്ടിലുള്ള നിത്യവും ഇവിടെ ദർശനത്തിന് വരുന്ന, എല്ലാ വ്യാഴാഴ്ചയും വരുന്ന ആ ചേച്ചി പോലും പറഞ്ഞു, എനിക്ക് കൃഷ്ണനാട്ട വേഷത്തിൽ ഇവിടെ ദർശനം നൽകിയിട്ടുണ്ടെന്നും പറഞ്ഞു. അങ്ങനെ പലരും വന്നിട്ടിപ്പം അവകാശപ്പെടുന്നു അവർക്കെല്ലാം ദർശനം ഭഗവാൻ കൊടുക്കുന്നുണ്ടെന്ന്. ഭഗവാൻ ഇവിടെ അങ്ങനെ പ്രത്യക്ഷത്തിൽ എന്തായാലും വിഗ്രഹരൂപത്തിലാണ് നമ്മൾ ഭഗവാനെ കാണുന്നത്. മനുഷ്യരായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചറിയാനുള്ള കഴിവുണ്ടോ എന്ന് ചോദിച്ചാൽ സാധാരണക്കാരായ നമുക്കറിയില്ല. പക്ഷേ എന്തെങ്കിലും അത്ഭുതകരമായ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയൊക്കെയാണ് ഭഗവത് സാന്നിധ്യം അല്ലെ ചൈതന്യത്തെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്. പിന്നെ നമ്മൾ ആശ്രയിക്കുന്നത് രാശിയാണ്. പക്ഷേ ഇവിടെ പ്രത്യക്ഷത്തിൽ അങ്ങനെ ഒരു രൂപത്തിൽ, മനുഷ്യരൂപത്തിൽ തന്നെ വരുന്നു എന്ന് കാണുമ്പോഴത്തേക്ക് എന്നിങ്ങനെ നമ്മൾ വിശ്വസിക്കാതിരിക്കുക? വിശ്വസിക്കണോ വിശ്വസിക്കണ്ടയോ അതൊക്കെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യങ്ങളാണ്. വിശ്വാസി എന്നുള്ള നിലയ്ക്കും ഒരു ക്ഷേത്രത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ള നിലയ്ക്കും എനിക്കത് തള്ളിക്കളയാനും പറ്റത്തില്ല. ഞങ്ങൾക്കല്ലാതൊരു, കാരണം പലരും വന്നിട്ട് പറയുന്നുണ്ട് ഭഗവാനെ ഇവിടെ കണ്ടു, അവിടെ കാണുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇപ്പം തോന്നുന്നു ഇതൊക്കെ ശരിയാമായിരിക്കാം. അവരന്ന് പറഞ്ഞതൊക്കെ ഞങ്ങളും അത് മുകളിലേക്ക് എടുക്കത്തില്ലായിരുന്നു. ഇങ്ങനെ ഒരു സംഭവം കാരണം നിത്യവും ഇവിടെ ബലിതർപ്പണമുണ്ട്. എല്ലാ മാസത്തിലെ അമാവാസിക്ക് ധാരാളം ആൾക്കാർ വരുന്നുണ്ട്. കർക്കിടകവാവിന് അഭൂതപൂർവമായ തിരക്കാണ് ഇവിടെ. ഇപ്പം ഇവിടെ ക്ഷേത്രക്കുളത്തിലാണ് ഇവിടെ ബലിയിടുന്നത്. ഈ തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ബലിതർപ്പണം അല്ലെങ്കിൽ പ്രീതികരമായ വഴിപാടുകൾക്ക് എന്താണ് പ്രാധാന്യം എന്നൊന്നു പോലും ഈ അടുത്ത കാലത്ത് തുടങ്ങിയതല്ല. കാരണം പുരാതന കാലം മുതൽക്കേ ഉള്ളതാണ് ഈ വഴിപാടുകളെല്ലാം. അതെന്തുകൊണ്ടാണ് ഇതിനുള്ള ഒരു പ്രാധാന്യം വന്നതെന്ന് ചോദിച്ചാൽ അതിനെ അനുസ്മരിക്കുന്ന ഒരു സംഭവമാണ് ഇവിടെ ഈ വാവിന് ബലിതർപ്പണത്തിന് സംഭവിച്ചത്. കാരണം ക്ഷേത്രക്കുളത്തിൽ തന്നെയാണ് ഇവിടുന്ന്. കാരണം സമുദ്രത്തിലും നദിയിലും പുഴയിലും ഒക്കെയാണ് സാധാരണ നമ്മുടെ നാട്ടിൽ പിതൃതർപ്പണം നടത്തുന്നത്. ഇവിടെ ഭഗവാന്റെ ഒരു ബലിക്കുളമുണ്ട്. ആ ബലിക്കുളത്തിലാണ് പണ്ട് തൊട്ടേ, എൻ്റെയൊക്കെ കൊച്ചിലേ തൊട്ട് കാണുന്നതാണ്. പുരാതന കാലം മുതൽക്ക് അവിടെ തന്നെയാണ് ബലിതർപ്പണം. ഒരു ക്ഷേത്രക്കുളത്തിൽ ഇങ്ങനെ ബലിതർപ്പണം പണ്ട് മുതൽക്കേ തുടങ്ങിയതെന്താണെന്ന് ചിലപ്പം ഇങ്ങനെ ഒരു സാന്നിധ്യം, ഭഗവാന്റെ സാന്നിധ്യം ശക്തമായിട്ടുള്ളത് കൊണ്ടും ഭഗവാൻ തന്നെ അത് കാണിച്ചതായിരിക്കാം. ഇവിടെ ഇങ്ങനെ ബലിതർപ്പണം ചെയ്താൽ അതിന് തൃപ്തികരമാണെന്ന്, അല്ലെ ഭഗവാന്റെ അടുത്ത് അത് സ്വീകരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവായിരിക്കാം ഈ സംഭവം ഉണ്ടായെന്നാണ് എൻ്റെ ഒരു വിശ്വാസം, ഞങ്ങളുടെ ദേവസ്വത്തിൻ്റെ ഒരു വിശ്വാസം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് യദുകൃഷ്ണൻ ഭട്ടതിരിപ്പാട്. ആലപ്പുഴ തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ പുരാണാവകാശികളായ കുര്യാറ്റുപുറത്തില്ലത്തിലെ ഒരു അംഗമാണ് ഞാൻ. ക്ഷേത്രം മേൽശാന്തിയുമാണ്. തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ശ്രീകൃഷ്ണ ഭഗവാൻ പിതൃമോക്ഷപ്രദായകനായും സന്താന സൗഭാഗ്യദായകനായും തൃക്കൈയിൽ നവനീതധാരിയുമായി ഇവിടെ വരുന്ന എല്ലാ ഭക്തന്മാരെയും ഓരോരുത്തരും അവർക്ക് വേണ്ടതായിട്ടുള്ള അനുഗ്രഹങ്ങൾ പ്രാർത്ഥനയ്ക്കനുസരിച്ച് നൽകി എല്ലാ ഭക്തന്മാരെയും അനുഗ്രഹിച്ച് നിൽക്കുന്ന ഒരു ശ്രീകൃഷ്ണസ്വാമിയാണ്. ഇവിടെ ഇതിനു മുമ്പും ആചാര്യന്മാർ, ഭാഗവത ആചാര്യന്മാർ സപ്താഹ വേദികളിൽ ഭാഗവതം 11-ാം അധ്യായം ഭഗവാന്റെ ബാലലീലകൾ വർണ്ണിക്കുന്ന സമയത്തൊക്കെ കുട്ടികളുടെ ഇടയിൽ ബാലസ്വരൂപനായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണസ്വാമിയെ കണ്ടു.
ഭഗവാന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞു എന്നൊക്കെ ഇവിടെ മുമ്പ് ഭാഗവതാചാര്യന്മാരൊക്കെ പറയുകയുണ്ടായിട്ടുണ്ട്. എനിക്കും എൻ്റെ ജീവിതത്തിലും ഉള്ള അനുഭവങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഓരോ അടിയും ഭഗവാനെ വേണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഓരോ അടി മുമ്പോട്ട് വയ്ക്കുമ്പോഴും ഒരു 10 അടി നമ്മുടെ അടുത്തേക്ക് ഭഗവാൻ ഓടി വരുന്നതായിട്ട് എനിക്ക് എൻ്റെ സ്വന്തം അനുഭവത്തിൽ, എൻ്റെ ജീവിത അനുഭവത്തിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ കഴിഞ്ഞ ദിവസം ബലികർമ്മങ്ങൾ നടത്തുന്ന ബലിമണ്ഡപത്തിൽ ആ ബലികർമ്മിക്കും അവിടെ ഉണ്ടായിരുന്ന ഭക്തന്മാർക്കും ഉണ്ടായ അനുഭവം, ഈ ഭഗവാൻ ഇന്നും ഭക്തർക്കിടയിൽ അവരുടെ മനസ്സ് കവർന്നുകൊണ്ട് എന്നും ഭഗവാനിലേക്ക് ഭക്തന്മാരെ അടുപ്പിച്ച് നിർത്താനായി ഇന്നും ഭഗവാൻ ഇവിടെ നിറസാന്നിധ്യമായിട്ട് ഉണ്ട് എന്നുള്ളത് തെളിയിക്കുന്ന ഒരു ഏറ്റവും പുതുതായിട്ടുള്ള ഒരു അനുഭവമാണ് ഇവിടെ നടന്ന ബലികർമ്മിക്കുണ്ടായ ആ ഒരു അനുഭവം. ഇനിയും ഇങ്ങനെയുള്ള ഭഗവാന്റെ സാന്നിധ്യങ്ങൾ ഭക്തന്മാർക്ക് അനുഭവമായിട്ട് ഉണ്ടാവാനായിട്ട് ശ്രീകൃഷ്ണസ്വാമി നാരായണായ. നമസ്കാരം, എൻ്റെ പേര് ജയകൃഷ്ണൻ. ഞാൻ ക്ഷേത്രത്തിലെ ജീവനക്കാരനാണ്. ഇത് വിഷ്ണു, അനൂപ്. സംഭവ വികാസങ്ങൾക്ക് ഞങ്ങളും ദൃക്സാക്ഷികളാണ്. ഞങ്ങൾ 3 പേരും കൗണ്ടറിലുണ്ടായിരുന്ന സമയത്താണ് യാദൃശ്ചികമായി 3 ക്യൂ ഉണ്ടായിരുന്നു. അതിനിടയിൽ കൂടി ക്യൂ നിൽക്കാതെ ഒരു പയ്യൻ വന്ന് പെട്ടെന്ന് ബലിതർപ്പണത്തിൻ്റെ ചീട്ട് വേണമെന്നും പറഞ്ഞ് വന്നു. ഞങ്ങൾ അതുകൊണ്ട് തന്നെ ക്യൂവിലല്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് ശ്രദ്ധിക്കുകയും ചെയ്തു. പിന്നെ ഒറ്റയ്ക്കായതുകൊണ്ട് കുഞ്ഞായതുകൊണ്ട് പെട്ടെന്ന് ചീട്ട് എഴുതി കൊടുക്കുകയും ചെയ്തു. എൻ്റെ പേര് വിഷ്ണു. കുംഭമാസത്തിലെ അമാവാസി ദിവസമായിരുന്നു. ഏകദേശം ഒരു 9:30-10 മണി സമയത്തോടെ അടുത്തായിരിക്കണം. ഒരു ബാലൻ, അത് ഫ്രണ്ടിൽ നല്ല ക്യൂ ഉണ്ട്. ആ ക്യൂവിലൊന്നും നിൽക്കാതെ ഞങ്ങളുടെ കൗണ്ടറിൻ്റെ എൻട്രി അവിടെ വന്നു ചെന്നു. അച്ഛൻ്റെ ബലിയാണ്, എനിക്കൊരു കൂപ്പൺ വേണം എന്ന് പറഞ്ഞു. നമ്മൾ ബലിക്ക് കൂപ്പൺ എന്ന് വെച്ചാൽ അച്ഛൻ്റെ നമ്മുടെ പേരൊന്നും എഴുതത്തില്ല, പ്രതി ബലിയെന്ന് മാത്രമേ എഴുതത്തുള്ളൂ. അതങ്ങനെ എഴുതി വിടുകയും ചെയ്തു. അവരുടെ മുഖത്തൊരു ചെറിയൊരു ചിരിയും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളത് കൂടുതലായിട്ട് ശ്രദ്ധിച്ചില്ല. പിന്നെ തിരക്കിലോട്ട് അങ്ങ് പോയി. എൻ്റെ പേര് അനൂപ്. ഈ സംഭവം നടക്കുന്ന ദിവസം ഞാനും കൗണ്ടറിലുണ്ടായിരുന്നു. സ്വതവേ നല്ല തിരക്കുള്ള ദിവസമായതിനാൽ ക്യൂ നിൽക്കുന്നവർക്ക് മാത്രമാണ് ഞങ്ങൾ രസീത് എഴുതി കൊടുക്കാറുള്ളത്. പുറകെ കൂടെ വരുന്നവർക്ക് സാധാരണ എഴുതി കൊടുക്കാത്തതാണ്. എന്തോ അങ്ങനെ ഒരു ദിവസം വിഷ്ണുവണ്ണ അങ്ങനെ അത് എഴുതി കൊടുക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായി വന്നു. ആ കുട്ടിയുടെ മുഖം ഇപ്പോഴും ഓർമ്മ വരുന്നുണ്ട്. ഒരു പുഞ്ചിരിയോടുകൂടി വന്ന് എഴുതിയൊരു ബാലനായിട്ടാണ് ഇപ്പോഴും മനസ്സിൽ തെളിഞ്ഞിരിക്കുന്നത്. ഓരോ ദിവസം ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങളുണ്ടാകുന്ന പോലെ ഇനിയും ഭാവിയിൽ ഇതേപോലെ ഭഗവാൻ ഓരോരോ അനുഗ്രഹങ്ങൾ എല്ലാവരിലും ചൊരിയുമെന്ന് വിശ്വസിക്കുന്നു. ദേവിയുടെ തിരുവുള്ള ദേവന്റെ തിരുവുള്ള കരിനാഗം പറന്നാളും പ്രസാദിക്കേ.